ഇറാനിൽ ഇസ്രായേലിന്റെ ആക്രമണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ടെഹ്റാൻ നഗരത്തിൽ വൻ സ്ഫോടനങ്ങൾ സംഭവിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള അഭ്യൂഹങ്ങളാണ്. കഴിഞ്ഞ ദിവസമാണ് ജനീവയിൽ മൂന്നാം ഘട്ട ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് യുഎസും ഇറാനുമായി നടന്നത്. ആ ചർച്ചയും പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് പിന്നീട് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയത്. ഇതേ തുടർന്ന് ഇപ്പോൾ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇറാനും യുഎസും ഇസ്രായേലും തമ്മിലുള്ള സംയുക്ത ഓപ്പറേഷനാണ് എന്ന് ഇസ്രായേലിന്റെ ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇറാനിയൻ പ്രസിഡൻഷ്യൽ ഹൗസ്, അതായത് ഇറാന്റെ പ്രസിഡന്റിന്റെ സങ്കേതമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളിൽ ഒന്ന് പറയുന്നത്. ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും സംയുക്തമായ ആക്രമണം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അമേരിക്കയുമായി ചേർന്ന് ഇറാനെ ആക്രമിക്കുക എന്ന ഇസ്രായേൽ ലക്ഷ്യമാണ് ഇപ്പോൾ അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇസ്രായേൽ അടക്കം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ജനങ്ങളോട് അവർ എവിടെയാണോ ആ സ്ഥലങ്ങളിൽ തുടരാനാണ് ഇപ്പോൾ IDF, ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ്, ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. ഇപ്പോൾ കാണുന്നത് ടെഹ്റാനിലുണ്ടായ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ടെഹ്റാനിലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു. വലിയ പുകച്ചുരുളുകൾ ഉയരുന്ന പശ്ചാത്തലം കൂടി അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇസ്രായേലിന്റെ വ്യോമാതിർത്തി ഇപ്പോൾ ഔദ്യോഗികമായി അടച്ചു കഴിഞ്ഞ പശ്ചാത്തലം കൂടിയുണ്ട് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം തുടർന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി രാജ്യത്തിന്റെ ആകാശത്തിൽ സിവിലിയൻ വിമാനങ്ങൾക്ക് പൂർണ്ണമായും നിരോധനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയി വരാം. ഈ ആക്രമണത്തിന്റെ മുന്നൊരുക്കങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലോകരാജ്യങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇറാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടൻ പിൻവലിക്കുന്ന പശ്ചാത്തലം ഉണ്ടായത്. യുഎസിന്റെ ആക്രമണ ഭീഷണി തുടർച്ചയായി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഇത് എന്നുള്ളതാണ്. ഒപ്പം US കോൺഗ്രസിലെ വാർഷിക പ്രസംഗത്തിൽ ഏത് നിമിഷവും ഇറാനെ ആക്രമിച്ചേക്കാം എന്നുള്ള തരത്തിൽ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് സൂചനകൾ കൂടി ഉണ്ടായിരുന്നു. ഒപ്പം ഇന്ത്യയും ചൈനയും കാനഡയും മറ്റും തങ്ങളുടെ പൗരന്മാരോട് എത്രയും വേഗം ഇറാൻ വിടണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച പശ്ചാത്തലം ഇതിന്റെ ഭാഗമായി ആയിരുന്നു എന്ന് വേണം കരുതാൻ.